നമസ്കാരം. കണ്ണോടിക്കാം ഇന്നത്തെ പത്രങ്ങളിലൂടെ. ഇന്നത്തെ ഒട്ടുമിക്ക പത്രങ്ങളിലെല്ലാം തന്നെ പ്രധാനപ്പെട്ട വാർത്തയായി കൊടുത്തിരിക്കുന്ന രണ്ട് വാർത്തകളാണ്. ഒന്ന്, പാരീസ് ഒളിമ്പിക്സിൽ ഷൂട്ടിംഗിൽ മനു ഭാക്കറിന് വെങ്കലം. അത് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യത്തെ മെഡലാണിത്. അതുകൊണ്ട് തന്നെ പ്രാധാന്യം ഒട്ടും ചോരാതെ തന്നെ എല്ലാ പത്രങ്ങളും ആ വാർത്ത ആദ്യത്തെ പേജിൽ തന്നെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. രണ്ടാമത് പ്രധാനപ്പെട്ട വാർത്തയായി ഒട്ടുമിക്ക എല്ലാ പത്രങ്ങളിലും വന്നിരിക്കുന്ന ഒരു വാർത്ത, ഡൽഹി സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിൽ വെള്ളവും മലിനജലവും ഇരച്ചു കയറി മലയാളി വിദ്യാർത്ഥിയടക്കം കൊല്ലപ്പെട്ട വാർത്തയാണ്. ഈ പ്രധാന വാർത്തയോടൊപ്പം മറ്റുള്ള വാർത്തകളെല്ലാം തന്നെ വ്യത്യസ്തമായ രീതിയിലാണ് ഓരോ പത്രങ്ങളും സമീപിച്ചിരിക്കുന്നത്. നോക്കാം വിശദമായി. ആദ്യം തന്നെ കേരള കൗമുദി പരിശോധിച്ചാൽ, കേരള കൗമുദിയിൽ മനു ഭാക്കറിന് വെങ്കല മെഡൽ നേടിയ വാർത്ത പ്രാധാന്യം ഒട്ടും ചോരാതെ തന്നെ മനു ഭാക്കർ ദേശീയ പതാകയും കൂടാതെ തന്നെ ഫിസ്റ്റളും ഏന്തി നിൽക്കുന്ന ഒരു മനോഹരമായ ചിത്രം നൽകിക്കൊണ്ടാണ് അതേറെ ശ്രദ്ധയും ആകർഷിക്കുന്ന ഒരു ചിത്രം തന്നെയാണ്. ചരിത്രം എഴുതി ലേഡി ബുള്ളറ്റ് എന്ന തലക്കെട്ടോടുകൂടി ഭഗവത്ഗീത ഉരുവിട്ടു മനു ഭാക്കറിന് പാരീസ് ഒളിമ്പിക്സിൽ വെങ്കലം എന്നും കൂടി തലക്കെട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്തയായി കേരള കൗമുദിയിൽ വരുന്നത്, ഡൽഹിയിലെ പരിശീലന കേന്ദ്രത്തിൽ ഓടവെള്ളം നിറഞ്ഞു 3 ജീവൻ പൊലിഞ്ഞു എന്നുള്ള വാർത്തയാണ്. മരണപ്പെട്ട മലയാളിയായ നെവിൻ ഡാൽവിൻ സുരേഷിന്റെയും ഉത്തർപ്രദേശ് സ്വദേശിയായ ശ്രേയ യാദവിന്റെയും ഫോട്ടോ അടക്കമുള്ള വാർത്തയാണ് കേരള കൗമുദിയിൽ വന്നിട്ടുള്ളത്. ഇരയായ മലയാളി തിരുവനന്തപുരം സ്വദേശി എന്ന തലക്കെട്ടോടുകൂടെ പെരുമഴയത്ത് ഓട തകർന്നു, കുത്തൊഴുക്കൽ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രം വെള്ളത്തിൽ മുങ്ങി, മലയാളി അടക്കം 3 വിദ്യാർത്ഥികൾ ദാരുണമായി മരിച്ചു എന്ന് തുടങ്ങുന്നതാണ് കേരള കൗമുദിയിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്ത. കൂടാതെ തന്നെ കേരള കൗമുദിയിലെ ആദ്യത്തെ പേജിൽ തന്നെ പ്രാധാന്യം ഒട്ടും ചേരാതെ കൊടുത്തിരിക്കുന്ന മറ്റൊരു വാർത്തയാണ്, തലസ്ഥാനത്ത് വീട്ടമ്മയെ വീട്ടിലെത്തി വെടിവെച്ചു, വലത് കൈപ്പത്തിയിലെ പെല്ലറ്റ് പുറത്തെടുത്തു, വെടിയുതിർത്തത് മുഖം മറച്ചെത്തിയ സ്ത്രീ, കാറിലെത്തിയ ആക്രമിക്കായി തെരച്ചിൽ എന്നുള്ള വാർത്തയാണ് കേരള കൗമുദിയിൽ ഏറെ പ്രാധാന്യത്തോടെ മൂന്നാമത് കൊടുത്തിരിക്കുന്ന വാർത്ത. ഇന്നത്തെ മാതൃഭൂമി പത്രം പറയുന്നത് എന്തെന്ന് പരിശോധിച്ചാൽ, പൊന്നുപോലെ വെങ്കലം എന്ന തലക്കെട്ടോടുകൂടി മനു ഭാക്കർ പുഞ്ചിരിയോടെ മെഡലും കയ്യിലെന്തി നിൽക്കുന്ന ഒരു മനോഹരമായുള്ള ചിത്രം ഉൾപ്പെടുത്തിയുള്ള പാരീസ് ഒളിമ്പിക്സിന്റെ ഒരു വാർത്ത തന്നെയാണ്. രണ്ടാമത്തെ വാർത്ത, നോവായി നെവിൻ ഡൽഹിയിലെ IS പരിശീലന കേന്ദ്രത്തിൽ മലിനജലം കയറി മുങ്ങി മരിച്ച 3 വിദ്യാർത്ഥികൾ ഒരാളായ മലയാളി വിദ്യാർത്ഥിയുടെ വാർത്ത ഉൾപ്പെടുത്തി ചിത്രം സഹിതം ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാതൃഭൂമി പത്രത്തിൽ. മാതൃഭൂമി വീണ്ടും പരിശോധിച്ചാൽ മറ്റുള്ള പത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു വാർത്ത ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസിലെ തർക്കം, ഒറ്റുകാരെ കണ്ടെത്താൻ ഹൈക്കമാൻഡ് എന്ന തലക്കെട്ടോടുകൂടെ ഈ ദിവസങ്ങളായി കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന ചേരുപോരും ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വാർത്തയാണ് മാതൃഭൂമിയിൽ മൂന്നാമതായി പ്രധാനമായി കൊടുത്തിരിക്കുന്ന മറ്റൊരു വാർത്ത. അതിൽ ഹൈക്കമാൻഡ് ഇടപെട്ടു എന്നുള്ള വാർത്തയാണ്. ഒറ്റുകാരെ കണ്ടെത്താൻ ഹൈക്കമാൻഡ് ഇടപെട്ടു എന്നുള്ള വാർത്തയാണ് അധികം പ്രാധാന്യത്തോടുകൂടെ തന്നെ കൊടുത്തിരിക്കുന്ന മൂന്നാമത്തെ വാർത്ത. മറ്റൊരു സവിശേഷത കൂടി മാതൃഭൂമി പത്രത്തിൽ ഇന്നുള്ളത്, മറ്റെല്ലാ പത്രങ്ങളും അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ നിർത്തി എന്നുള്ള വാർത്ത പ്രധാനമായും ആദ്യം തന്നെ അല്ലെങ്കിൽ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ പ്രാധാന്യം ഒട്ടും ചോരാതെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളപ്പോൾ മാതൃഭൂമി ചെറിയൊരു കോളത്തിലായി ആ വാർത്ത ഒതുക്കിയെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ നിർത്തി, ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ ഉൾപ്പെടെ 3 പേർക്ക് വേണ്ടി ഗംഗാവലി നദിയിൽ നടത്തിയിരുന്ന തിരച്ചിൽ താൽക്കാലികമായി നിർത്തി എന്നുള്ള വാർത്തയാണ് ചെറിയ രീതിയിൽ എന്നാൽ അധികം പ്രാധാന്യം ചോരാതെ തന്നെ അവർ കൊടുത്തിട്ടുള്ളത്. വീട്ടിൽ കയറിയ സ്ത്രീ യുവതിയെ വെടിവെച്ചു എന്നുള്ള തലക്കെട്ടോടുകൂടി തലസ്ഥാന നഗരിയിൽ ഉടലെടുത്ത ഒരു വാർത്തയാണ്. കൊറിയർ നൽകാനെന്ന വ്യാജനെത്തിയ സ്ത്രീ വീട്ടിൽ കയറിയ യുവതിയെ എയർ പിസ്റ്റൾ ഉപയോഗിച്ച് വെടിവെച്ച ശേഷം രക്ഷപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഒന്നാം പേജിൽ തന്നെ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ഇനി ദേശാഭിമാനി പരിശോധിക്കുമ്പോൾ, വീരാംഗന എന്ന വലിയ തലക്കെട്ടോടുകൂടി ഷൂട്ടിംഗിൽ മനു ഭാക്കറിന് വെങ്കലം എന്നുള്ള വാർത്ത തന്നെയാണ് മറ്റുള്ള പത്രങ്ങളെ പോലെയും ദേശാഭിമാനിയിൽ കൊടുത്തിരിക്കുന്നത്. പതാകയേന്തി നിൽക്കുന്ന മനു ഭാക്കറിന്റെ പുഞ്ചിരിക്കുന്ന ഒരു ചിത്രവും ഇന്ത്യക്ക് ആദ്യ മെഡൽ എന്ന തലക്കെട്ടോടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈഫിൽ ഗോപുരത്തെ നോക്കി മനു ചിരിച്ചു എന്നുള്ള രീതിയിൽ പ്രാസം എല്ലാം ഉൾക്കൊണ്ടുള്ള വികാരങ്ങൾ ഉൾക്കൊണ്ടുള്ള പാരീസിന്റെ ഓർമ്മകളെ ഉണർത്തുന്ന ഒരു രീതിയിലുള്ള ഒരു തുടക്കം തന്നെയാണ് വാർത്തയിൽ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത്. രണ്ടാമതായി ദേശാഭിമാനി കൊടുത്തിരിക്കുന്ന മറ്റൊരു വാർത്ത ഏറെ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നത്, സിവിൽ സർവീസ് കോച്ചിംഗ് സെന്റർ ദുരന്തത്തിൽ മരിച്ച മലയാളി അടക്കമുള്ള 2 കുട്ടികളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഒരു വാർത്തയാണ്. കൂടാതെ ഡൽഹി ഓൾഡ് രാജേന്ദ്ര നഗറിലെ റാവു സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിൽ 3 വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ ദുരന്തത്തിൽ പ്രതിഷേധിക്കുന്നവരുടെ ചിത്രം അടക്കമുള്ള ഒരു വാർത്തയാണ് ദേശാഭിമാനിയിൽ രണ്ടാമതായി പ്രധാനമായും കൊടുത്തിരിക്കുന്ന ഒരു വാർത്ത. മൂന്നാമത്തെ പ്രധാനപ്പെട്ട വാർത്ത, തിരച്ചിൽ നിർത്തി കർണാടക എന്ന തലക്കെട്ടോടുകൂടി അരുതെന്ന് കേരളം എന്നുകൂടി ഉൾപ്പെടുത്തി ഉള്ള ഒരു വാർത്തയാണ് ദേശാഭിമാനിയിൽ മൂന്നാമതായി വളരെയധികം പ്രാധാന്യത്തോടെ നൽകേണ്ടുന്ന ഒരു വാർത്ത.
മണ്ണിടിച്ചിലിൽ കാണാതായ ട്രക്ക് ഡ്രൈവർ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ നിർത്തുന്നു. അപകടമുണ്ടായി 12ാം നാളിലാണ് കുടുംബത്തെയും കേരളത്തെയും ആകെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് കർണാടക അധികൃതരുടെ ഈ പെരുമാറ്റം. ഇന്ന് തുടങ്ങുന്നതാണ് ദേശാഭിമാനിയിലെ ഈ വാർത്ത. കൂടാതെ തന്നെ തിരച്ചിൽ അവസാനിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടിട്ടുള്ള ഒരു വാർത്തയും കൂടാതെ തന്നെ സൈഡിൽ ആ വാർത്തയ്ക്ക് ഉള്ളിൽ തന്നെയായി കൊടുത്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ദേശാഭിമാനിയിൽ കൊടുത്തിട്ടുള്ളത് വീട്ടിൽ അതിക്രമിച്ച് കയറി യുവതിക്ക് നേരെ വെടിയുതിർത്തു. കൂടാതെ പരിശോധന സംഘം വന്നവിടെ പരിശോധിക്കുന്നതായും കൂടാതെ വെടിയുതിർത്ത അജ്ഞാത ആൾ വന്നു എന്ന് സംശയിക്കുന്ന വാഹനത്തിന്റെ CCTV ദൃശ്യം അടക്കമുള്ള വാർത്തയാണ് ദേശാഭിമാനിയിൽ പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്ന മറ്റൊരു വാർത്ത. അടുത്തതായി ദീപിക പത്രത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ ആദ്യം തന്നെ പ്രധാന വാർത്തയെ കൊടുത്തിരിക്കുന്നത് ഒളിമ്പിക്സിൽ വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യയുടെ മനു ഭാക്കർ. മെഡൽ കയ്യിലേന്തി നിൽക്കുന്ന പുഞ്ചിരിയോടുള്ള ഒരു വാർത്തയാണ്. ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വെങ്കല ശോഭ. 10 മീറ്റർ എയർ പിസ്റ്റളിൽ മനു ഭാക്കറിന് വെങ്കലം എന്നുള്ള തലക്കെട്ട് ഉൾപ്പെടുത്തിയാണ് ദീപിക ആ വാർത്ത ആദ്യം തന്നെ പത്രത്തിൽ നൽകിയിരിക്കുന്നത്. കൂടാതെ എല്ലാ പത്രങ്ങളും അതീവ പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്ന ഡൽഹി IAS അക്കാദമി വെള്ളമിരച്ചെത്തി മരിച്ച 3 പേരിൽ മലയാളി വിദ്യാർത്ഥിയും എന്ന വാർത്ത. സിവിൽ സർവീസ് അക്കാദമിയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ മരിക്കാനിടയായ സംഭവത്തിൽ കരോൾ ബാഗ് മെട്രോ സ്റ്റേഷന് മുൻപിൽ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളുടെ ചിത്രമടക്കം നെവിൻ ഡാൽവിന്റെയും ചിത്രമടക്കമുള്ള വാർത്തയാണ് അതീവ പ്രാധാന്യത്തോടുകൂടി രണ്ടാമതായി ദീപികയിൽ കൊടുത്തിരിക്കുന്ന ഒരു വാർത്ത. മറ്റുള്ള പത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മൂന്നാമതായി പ്രധാനമായും കൊടുത്തിരിക്കുന്ന ഒരു വാർത്ത എഞ്ചിനീയറിംഗ് പ്രവേശന നടപടികൾ മന്ദഗതിയിൽ പോകുന്നു എന്നുള്ള തലക്കെട്ടോടുകൂടി കോളേജുകളുമായുള്ള സർക്കാരിന്റെ കരാർ ഒപ്പുവെക്കൽ നീളുന്നു എന്നുള്ള വാർത്തയാണ് ദീപികയിൽ പ്രധാനമായും കൊടുത്തിരിക്കുന്ന മൂന്നാമത്തെ വാർത്ത. കൂടാതെ നാലാമതായി പ്രധാനപ്പെട്ട വാർത്ത തിരുവനന്തപുരത്തെ യുവതിക്ക് വെടിയേറ്റ് എന്നുള്ള വാർത്തയാണ്. എല്ലാ പത്രങ്ങളും കൊടുത്തിരിക്കുന്നത് അതേ പ്രാധാന്യത്തോടുകൂടി തന്നെ ദീപികയിലും പ്രാധാന്യം ഒട്ടും ചോരാതെ ആദ്യത്തെ പേജിൽ തന്നെ ഉൾപ്പെടുത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അർജുനെ സംബന്ധിച്ച വാർത്ത. കർണാടക സർക്കാർ തിരച്ചിൽ നിർത്തുന്നു എന്നുള്ള വാർത്ത ദീപികയിൽ ആദ്യത്തെ പേജിൽ എങ്ങും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കൂടാതെ വളരെ പ്രാധാന്യം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, എന്നാലും പ്രാധാന്യം ഒട്ടും ചോരാതെ തന്നെ ആദ്യത്തെ പേജിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു വാർത്തയാണ് പുതിയ 6 ഗവർണർമാർ എന്നുള്ള തലക്കെട്ടോടുകൂടി രാജസ്ഥാൻ ഉൾപ്പെടെ 9 സംസ്ഥാനങ്ങൾക്ക് പുതിയ ഗവർണർമാർ എന്നുള്ള വാർത്തയാണ് ദീപികയിൽ ആദ്യത്തെ പേജിൽ തന്നെ കൊടുത്തിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ഇനി മാധ്യമം പത്രത്തിലേക്ക് കണ്ണോടിച്ചാൽ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് പതാകയും ഫിസ്റ്റളും ഏന്തി നിൽക്കുന്ന മനു ഭാക്കറിന്റെ ചിത്രം തന്നെയാണ്. വളരെ മനോഹരമായ രീതിയിലാണ് ആ ചിത്രം മാധ്യമം നൽകിയിട്ടുള്ളത്. ജനഗണ മനു എന്നുള്ള തലക്കെട്ടോടുകൂടി വളരെ ശ്രദ്ധേയമായ രീതിയിലാണ് മാധ്യമം ആ വാർത്ത നൽകാൻ ശ്രമിച്ചിട്ടുള്ളത്. 10 മീറ്റർ എയർ പിസ്റ്റളിൽ മനു ഭാക്കറിന് വെങ്കലം, ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ വനിതാ ഷൂട്ടിംഗ് താരം എന്നുള്ള തലക്കെട്ടോടുകൂടി തന്നെ ഏറെ പ്രാധാന്യത്തോടെ ആ വാർത്ത മാധ്യമം നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. രണ്ടാമതായി പ്രധാനപ്പെട്ട വാർത്ത ജീവനെടുത്ത അനാസ്ഥ. കനത്ത മഴയിൽ മലയാളി അടക്കം 3 വിദ്യാർത്ഥികൾ IAS പരിശീലന കേന്ദ്രത്തിൽ മരിച്ച വാർത്തയാണ് രണ്ടാമതായി പ്രധാനപ്പെട്ട മാധ്യമത്തിൽ കൊടുത്തിരിക്കുന്ന വാർത്ത. മൂന്നാമത്തെ പ്രധാനപ്പെട്ട വാർത്ത മാധ്യമം നൽകിയിരിക്കുന്ന തിരച്ചിൽ താൽക്കാലികമായി നിർത്തി തിരിച്ചു തന്നില്ല എന്നുള്ള തലക്കെട്ടോടുകൂടി ഒരു വാർത്തയാണ് മാധ്യമത്തിൽ അർജുനെ പറ്റി കൊടുത്തിട്ടുള്ളത്. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ ഉൾപ്പെടെയുള്ളവരെ കണ്ടെത്താൻ നടത്തിയ മുങ്ങി തിരച്ചിൽ 2ാം ദിനവും വിഫലം എന്ന് തുടങ്ങുന്നതാണ് വാർത്ത. ഇനി മലയാള മനോരമ പത്രം പരിശോധിച്ചാൽ മലയാള മനോരമയിൽ ആദ്യം തന്നെ മനു ഭാക്കറിന്റെ ഒളിമ്പിക്സ് വെങ്കലം ഏന്തി നിൽക്കുന്ന നിറപുഞ്ചിരിയോടെ സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു വാർത്തയാണ് കൊടുത്തിരിക്കുന്നത്. ചിത്രം സഹിതമുള്ള ഒരു വാർത്തയാണ് കൊടുത്തിരിക്കുന്നത്. പത്രം തന്നെ പരിശോധിച്ചാൽ മനസ്സിലാകും ആകർഷകമായ രീതിയിലാണ് ഓരോ വാർത്തയും അല്ലെങ്കിൽ ഓരോ ലേ ഔട്ടും അവർ ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യത്തെ വാർത്ത പാരീസ് ഒളിമ്പിക്സ് ഇന്ത്യക്ക് ആദ്യ മെഡൽ, ഒരു നിറപുഞ്ചിരി എന്ന് ഉൾപ്പെടുത്തിക്കൊണ്ട് അതേ തലക്കെട്ടിനോട് സാമ്യമുള്ള ചിത്രവും കൂടിയാണ് മലയാള മനോരമ കൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. രണ്ടാമതായി പ്രധാനമായും മലയാള മനോരമ കൊടുത്തിട്ടുള്ള വാർത്ത മറ്റുള്ള പത്രത്തിൽ ഉൾപേജിൽ പോലും ഉൾപ്പെടാത്തൊരു വാർത്തയാണ്. അതായത് ആണവ നിലയം കേരളത്തിലും എന്നുള്ള ചോദ്യചിഹ്നം ഉൾപ്പെടുത്തിയുള്ള തലക്കെട്ടോടുള്ള ഒരു വാർത്തയാണ്. വൈദ്യുതി പ്രതിസന്ധി കാരണം സർക്കാരിന്റെ അറ്റകൈ പ്രയോഗമാണ്. ആണവ നിലയം കേരളത്തിലും വരുന്നു. 7000 കോടിയുടെ പദ്ധതിക്ക് ചർച്ച തുടങ്ങി. 440 മെഗാവാട്ട് വൈദ്യുതി ഉൽപാദനമാണ് ലക്ഷ്യമെന്നുള്ള തലക്കെട്ടോടുകൂടി ഒരു വാർത്തയാണ്. മറ്റുള്ള പത്രങ്ങളിൽ നിന്നും വിഭിന്നമായി പ്രധാനപ്പെട്ട ഒരു വാർത്തയായി ഈ വാർത്ത മലയാള മനോരമ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട വാർത്ത തിരുവനന്തപുരം നഗരമധ്യത്തിൽപ്പെട്ട അപകടാക്രമം. കൊറിയർ നൽകാനെത്തിയ സ്ത്രീ യുവതിക്ക് നേരെ വെടിയുതിർത്തുന്ന തലക്കെട്ടോടുകൂടി CCTV ദൃശ്യങ്ങളിൽ വാഹനം കടന്നുപോകുന്നതിന് പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ വാഹനം കടന്നുപോകുന്ന ഒരു ദൃശ്യവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാമതായി അതീവ പ്രാധാന്യത്തോട് കൊടുത്തിട്ടുള്ള വാർത്ത കോച്ചിംഗ് സെന്റർ ദുരന്തമാണ്. മരിച്ചവരിൽ മലയാളിയും, പ്രതിഷേധം കനത്തു, 2 പേർ അറസ്റ്റിൽ എന്നുള്ള തലക്കെട്ടോടുള്ള വാർത്തയാണ്. ദുരന്തം എങ്ങനെ സംഭവിച്ചു എന്ന് ജനങ്ങളെ കൂടുതൽ ബോധവാന്മാരാക്കുന്നതിന് കൂടുതൽ പ്രാധാന്യം മലയാള മനോരമ നൽകിയിട്ടുണ്ട്. ഇന്നത്തെ പത്രത്തിൽ
വിധത്തിൽ, അതായത് ദുരന്തം എങ്ങനെ സംഭവിച്ചു എന്ന് അക്കമിട്ട് നിരത്തി 7 വിവരങ്ങളാണ് അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേറെ ശ്രദ്ധേയമാണ്. ആളുകൾക്ക് വേഗം തന്നെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള വാർത്തയാണ് മലയാള മനോരമയിൽ പ്രധാനമായും കൊടുത്തിരിക്കുന്ന മറ്റൊരു വാർത്ത. ആണവ നിലയം കേരളത്തിലും എന്നുള്ള വാർത്ത വലിയ തലക്കെട്ടോടുകൂടെ തന്നെ കൊടുത്തപ്പോൾ പ്രാധാന്യം വളരെ കുറച്ച് തന്നെ 1-ാം പേജിൽ ഉൾപ്പെടുത്തിയെങ്കിലും പ്രാധാന്യം അധികം കുറിച്ചുകൊണ്ട് തന്നെയാണ് അർജുന ദൗത്യം തിരച്ചിൽ മതിയാക്കി കർണാടക എന്ന് മലയാള മനോരമ പത്രത്തിന്റെ ഒരു സൈഡിലായി ചെറിയൊരു കോളത്തിലാണ് അവർ അത് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അടുത്തത് ജന്മഭൂമിയിലേക്ക് നമുക്കൊന്ന് കണ്ണോടിച്ചാൽ മനം നിറച്ച മനു എന്നുള്ള തലക്കെട്ടോടുകൂടി പാരീസ് പൂരം എന്നൊക്കെ ഉൾപ്പെടുത്തി, പാരീസിന്റെ ഈഫിൽ ടവർ ഒക്കെ ഉൾപ്പെടുത്തി വളരെ രീതിയിൽ ആകർഷകമായ രീതിയിലുള്ള ഒരു ചിത്രമാണ്. മനു ഭാക്കർ മെഡലുമേന്തി ചിരിച്ചു നിൽക്കുന്ന ഒരു ചിത്രം തന്നെയാണ് ജന്മഭൂമിയിൽ പ്രധാനമായും ആദ്യം കൊടുത്തിരിക്കുന്ന ഒരു വാർത്ത. രണ്ടാമത്തെ വാർത്ത ശക്തമായ തിരിച്ചടിക്കൊരുങ്ങി ഭാരതം എന്നുള്ള വാർത്തയാണ്. മറ്റുള്ള പത്രങ്ങളിലൊന്നും ആദ്യത്തെ പേജിൽ ഉൾപ്പെടാത്ത ഒരു വാർത്തയാണ് ജന്മഭൂമി നൽകിയിരിക്കുന്നത്. വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ നടത്തുന്ന പ്രകോപനങ്ങൾക്കെതിരെ ശക്തമായ നടപടികളിലേക്ക് ഭാരതം നീങ്ങുന്നു എന്നുള്ള ഒരു വാർത്തയാണ്, പ്രധാനപ്പെട്ട വാർത്തയാണ് ജന്മഭൂമി ആദ്യത്തെ പേജിൽ തന്നെ നൽകാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. കൂടാതെ 6 സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാർ വരുന്നു എന്നുള്ള വാർത്തയും കൊടുത്തിട്ടുണ്ട്. 4 ഗവർണർമാരുടെ ചിത്രം ഉൾപ്പെടുത്തിയുള്ള വാർത്തയാണ് ജന്മഭൂമിയിൽ രണ്ടാമതായി പ്രധാനമായി കൊടുത്തിരിക്കുന്ന ഒരു വാർത്ത. അതേസമയം പ്രതീക്ഷകൾ മങ്ങുന്നു, മാൽപ്പയും മടങ്ങി, മുങ്ങൽ വിദഗ്ധനായ മാൽപ്പയും മടങ്ങി എന്നുള്ള വാർത്തയാണ് ജന്മഭൂമിയിൽ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയായി നൽകിയിട്ടുള്ളത്. അങ്കോള ഷിരൂർ ദേശീയപാതയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള രക്ഷാദൌത്യം അനിശ്ചിതത്വത്തിൽ എന്ന് തുടങ്ങുന്നതാണ് ആ വാർത്ത. കൂടാതെ ജന്മഭൂമിയിൽ ഇടം പിടിച്ചിട്ടുള്ള മറ്റൊരു വാർത്ത മറ്റുള്ള പത്രങ്ങളെ പോലെ തന്നെ സിവിൽ സർവീസ് കോച്ചിംഗ് സെന്ററിൽ വെള്ളം കയറി മലയാളി വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേർ മരിച്ചു എന്നുള്ള തലക്കെട്ടോടുകൂടി നെവിൻ ഡാൽവിൻ എന്ന മലയാളി വിദ്യാർത്ഥിയുടെയും കൂടാതെ പ്രതിഷേധിക്കുന്നവരുടെയും ചിത്രങ്ങൾ സഹിതമാണ് ജന്മഭൂമിയിൽ ആദ്യത്തെ പേജിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു വാർത്ത. കൂടാതെ മറ്റുള്ള പത്രങ്ങളെല്ലാം താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ തലസ്ഥാനത്ത് വീട്ടമ്മയെ വീട്ടിലെത്തി വെടിവെച്ചു എന്നുള്ള വാർത്ത ജന്മഭൂമിയിൽ അധികം പ്രാധാന്യം നൽകാതെ ഏറ്റവും ഒടുവിലായിട്ടാണ്. പിന്നെ ജന്മഭൂമി പത്രത്തിന്റെ 10-ാമത്തെ പേജിലാണ് തലസ്ഥാനത്ത് യുവതിക്ക് നേരെ വെടിയുതിർത്തു എന്നുള്ള വാർത്ത ജന്മഭൂമി നൽകാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. ഇന്നത്തെ ഒട്ടുമിക്ക പത്രങ്ങളെല്ലാം തന്നെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു. ഒളിമ്പിക്സിൽ മനു ഭാക്കർ വെങ്കല മെഡൽ നേടി എന്നുള്ള വാർത്തയെക്കാളും നമ്മൾ കേരളത്തിലെ മലയാളികൾക്ക് ഏറെ പ്രധാനപ്പെട്ട വാർത്ത അർജുന്റെ തിരച്ചിലും ഈ 13-ാം നാളും വിഫലമായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കർണാടക സർക്കാർ അർജുന്റെ തിരച്ചിൽ താൽക്കാലികമായി നിർത്തുമെന്നുള്ള വാർത്തയാണ് നമ്മൾ മലയാളികൾക്ക് ഏറെ പ്രാധാന്യമുള്ളത്. അത് നമ്മൾ പരിശോധിച്ചാൽ ഇന്നത്തെ മിക്ക പത്രങ്ങളിലും ആ വാർത്ത, ചില പത്രങ്ങൾ ആദ്യത്തെ പേജിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്, എന്നാൽ ചെറിയൊരു കോളത്തിലായിട്ടായി ആ വാർത്തയെ ഒതുക്കിയിട്ടുള്ളതായി കാണാൻ സാധിക്കും. ചില പത്രങ്ങളിലാട്ടെ ആദ്യത്തെ പേജിൽ ആ വാർത്ത കാണുന്നില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.